ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ MIT ഓൺലൈൻ യൂണിവേഴ്സിറ്റി എക്സാംസ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് അടുത്ത് വരികയാണ് അല്ലേ. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെയാണ് എക്സാം വരുന്നത്, എക്സാമിലെ സ്ട്രക്ചറും അതിൻ്റെ ഒരു പാറ്റേണും അതിലെന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാം ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് കൂടിയും അതിൻ്റെ കൂടെ നമ്മൾ എക്സാം പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതുകൂടെ നമുക്കത് ക്ലിയർ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നമ്മൾ എക്സാം സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണ് ഒരു പേപ്പറിൻ്റെ എക്സാം സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻറ്റേർണൽ മാർക്സും ഉണ്ട്, അതേപോലെ തന്നെ എക്സ്റ്റേണൽ മാർക്സും ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ LMS പോർട്ടലുണ്ടല്ലോ, നിങ്ങളെല്ലാവരും ആക്സസ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. കാരണം അവിടെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ക്ലാസ്സസിൻ്റെ കൂടെ നമുക്ക് എല്ലാ മൊഡ്യൂളിന് ശേഷം ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റും ഉണ്ട്. അതേപോലെ തന്നെ ഒരു 5 മൊഡ്യൂളാണ് ഒരു സബ്ജക്റ്റിന് തന്നെ. അപ്പോൾ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈനൽ അസസ്മെൻറ്റും ഉണ്ടാവും. ഈ എല്ലാ അസസ്മെൻറ്റ്സും കൂടിയിട്ട് വരുന്നതാണ് എന്ത്, ഇൻറ്റേർണൽ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് ഒരു കണ്ടിന്യൂസ് അസസ്മെൻറ്റ് പ്രോസസ്സിലാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ 30 മാർക്സ് വരുന്നത്. പേപ്പറിലെ 30 മാർക്സ് അല്ലെങ്കിൽ 30% ഓഫ് മാർക്സും എവിടെയാണ്, ഇൻറ്റേർണൽ മാർക്സ് ആണ്. അത് മനസ്സിലാക്കുക. ബാക്കി 70% ആണ് എക്സ്റ്റേണൽ മാർക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ എൻഡ് ടേം എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതാണ് നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്ന ഈ പരീക്ഷ, ഈ ഓൺലൈൻ പ്രോക്ടേർഡ് എക്സാം എന്ന് പറയുന്ന ഈ സംഭവം 70 മാർക്സിനാണ് വരുന്നത്. അത് മനസ്സിലാക്കുക. ബാക്കി 30 മാർക്സ് എവിടെ നിന്നായിരുന്നു, ഇൻറ്റേർണൽ മാർക്സ് എന്നായിരുന്നു. അതെങ്ങനെ കിട്ടുക, കണ്ടിന്യൂസ് അസസ്മെൻറ്റ് തീർക്കണം, അത് തീർത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എല്ലാ ക്ലാസ്സസും കണ്ട് എല്ലാ മൊഡ്യൂൾസും തീർത്ത് ആ ഫൈനൽ അസസ്മെൻറ്റും തീർത്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഡേറ്റ് എനിക്ക് തോന്നുന്നത് 6th ഫെബ്രുവരിക്കാണ് വരുന്നത്. അതിൻ്റെ മുന്നേ എല്ലാവരും അത് കണ്ടു തീർക്കാൻ നോക്കുക. ഫൈനൽ അസസ്മെൻറ്റും തീർക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ എക്സാമിനേഷൻ എഴുതുന്നത്. അവിടെയാണ് 70 മാർക്സ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്സിൻ്റെ ഒരു എക്സാമാണ് നിങ്ങൾ എഴുതുന്നത്. 70 മാർക്സ് ആണ് എന്ത് വരുന്നത്, ഇപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന എൻഡ് ടേം എക്സാമിനേഷൻ വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെമിസ്റ്ററിലുള്ള ഒരു ഫോർമാറ്റ് വരുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഈ എക്സ്റ്റേണൽ എക്സാം എന്ന് പറഞ്ഞല്ലോ. ഈ എക്സ്റ്റേണൽ എക്സാമിൽ എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് എന്ന് നോക്കാം. അതിൽ നമുക്ക് 3 സെക്ഷനാണ്. അതിൽ ആദ്യം സെക്ഷൻ A ഉണ്ട്, സെക്ഷൻ B ഉണ്ട്, അതേപോലെ തന്നെ സെക്ഷൻ C. അങ്ങനെ 3 സെക്ഷനായിട്ടാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ സെക്ഷൻ A, അതിൽ നമുക്ക് 4 സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 7.5 മാർക്സ് ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അതാണ് മാർക്സ് എന്ന് പറയുന്നത്. അതിൽ 4 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ എന്നൊക്കെ കാണാറില്ലേ, ഇപ്പോൾ ഈ +2 പേപ്പേഴ്സൊക്കെ എഴുതുമ്പോൾ ഈ ഓർ ക്വസ്റ്റ്യൻ എന്ന് കാണാറില്ലേ, അതേപോലെ തന്നെ ആ ഒരു സെറ്റപ്പിൽ 4 ക്വസ്റ്റ്യൻസിൽ 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതിന് രണ്ടിനും 7.5 മാർക്സ് പോലെ ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് ആണ്. അവിടെ ഒരു ഡയലോഗ് ബോക്സ് ഉണ്ടാവും, അതിലേക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതാണ് സെക്ഷൻ A. അങ്ങനെ 7.5 മാർക്സ് 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 15 മാർക്സ് കിട്ടി സെക്ഷൻ Aയിൽ. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ സെക്ഷൻ B ഉണ്ട് അല്ലേ. സെക്ഷൻ Bയിൽ ഇതേപോലെ തന്നെ ഒരു കേസ് സ്റ്റഡി വരും. കേസ് സ്റ്റഡീനെ ഫോളോ ചെയ്തിട്ട് 2 ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള 7.5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതും ഇതേപോലെ തന്നെ 15 മാർക്സ് ആണ് വരിക സെക്ഷൻ Bയിൽ. അത് ഓർ ക്വസ്റ്റ്യൻ അല്ല, അവിടെ 2 കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ ഫൈനലി സെക്ഷൻ C എന്ന് പറയുന്ന സെക്ഷനിൽ 20 MCQ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്സ് ആയിരിക്കും എല്ലാ MCQ ക്വസ്റ്റ്യൻസിനും കിട്ടുക. അങ്ങനെ 20 × 2 40 മാർക്സ് കിട്ടും. അങ്ങനെ സെക്ഷൻ Aയിൽ 15 മാർക്സ്, സെക്ഷൻ Bയിൽ 15 മാർക്സ്, സെക്ഷൻ Cയിൽ 40 മാർക്സ്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 70 മാർക്സിനാണ് എക്സ്റ്റേണൽ എക്സാമിനേഷൻ സംഭവിക്കുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതാണ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്ങനെയാണ് ഈ എക്സാം വരുന്നത്. ഇപ്പോൾ പെട്ടെന്ന് 70 മാർക്ക് കാണുമ്പോൾ ഒരു എന്താ 70 മാർക്ക്, അപ്പോൾ ബാക്കി 30 മാർക്ക് അവിടെ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാം സ്ട്രക്ചർ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, ശരി. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇനി പലരും ചോദിക്കുക, സാറേ പാസ്സാവാൻ എത്ര മാർക്ക് കിട്ടണം, പാസ്സാവാൻ എത്ര മാർക്ക്? ഇത് പാസ്സാവാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം പാസിംഗ് ക്രൈറ്റീരിയയിൽ വരുന്നത് ടു ക്വാളിഫൈ ഇൻ എക്സാമിനേഷൻ ലേണർ മസ്റ്റ് ഒബ്റ്റെയിൻ ദി ഫോളോയിങ് മാർക്സ്.
മിനിമം 30 മാർക്സ് ഇൻ എൻ ടേം എക്സാമിനേഷൻ എന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ എക്സാമിനേഷൻ ഇല്ലേ മക്കളെ, അത് കേൾക്ക്. എക്സ്റ്റേണൽ എക്സാമിനേഷൻ നിങ്ങളിപ്പോൾ എഴുതാൻ പോകുന്നത് അതിൽ 30% മാർക്ക് കിട്ടിയാൽ മതി. 30% എന്ന് പറയുമ്പോൾ 70-ന് 30% 21 മാർക്ക് കിട്ടിയാൽ മതി. അത്ര കിട്ടിക്കഴിഞ്ഞാൽ പാസ്സായി. അപ്പോൾ ഇത് നിങ്ങൾ ആലോചിച്ച് ഫെയിൽ ആവുമോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. ഒരു 10 MCQ കറക്റ്റാക്കി ഒരു കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ തന്നെ പാസ്സായില്ലേ? അതെ, പാസ്സായി. അപ്പോൾ അത് ആലോചിച്ച് ടെൻഷൻ വേണ്ട. പാസ്സാവാതിരിക്കാൻ ഒരു വഴിയുമില്ല, പാസ്സാവണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ACCA പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്, അപ്പോൾ എന്തായാലും പാസ്സായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ നമുക്ക് എത്ര മാർക്ക് വേണം? 30% മാർക്ക് വേണം. 30%, 30-ൻ്റെ 30% പറയുമ്പോൾ 9 മാർക്സ് എങ്കിലും വേണം. പക്ഷേ അഗ്രിഗേറ്റ് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇൻറ്റേർണലും എക്സ്റ്റേർണലും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് എത്ര മാർക്ക് വേണം? 35% ഓവറോൾ അഗ്രിഗേറ്റ് വേണം. 35% ഓവറോൾ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് മിനിമം 100-ൽ 35 മാർക്കെങ്കിലും കിട്ടണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വാങ്ങിക്കില്ല എല്ലാവരും? അത് വാങ്ങിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മളുടെ ഓവറോൾ CGPA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, കോഴ്സിൻ്റെ ഗ്രേഡ് പോയിന്റ് ആവറേജ്. ഓക്കെ, നമ്മളെ മൊത്തത്തിൽ കോഴ്സിന് നമ്മുടെ മാർക്കിന് അനുസരിച്ചിട്ടുള്ള സംഭവം. അത് നിങ്ങളുടെ കോഴ്സിലും നിങ്ങൾക്ക് മൊത്തം 4.5 എങ്കിലും ആവറേജ് വരണം. ഓക്കെ, അപ്പോൾ ആ ഡീറ്റെയിൽ ആയി നമുക്ക് പിന്നെ ഒരു ദിവസം സംസാരിക്കാം. പക്ഷേ 4.5 ആവറേജ് എങ്കിലും നിങ്ങളുടെ കോഴ്സിൽ ത്രൂ നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നത്. അപ്പോൾ വെറും ഈ 35 മാർക്സ് വാങ്ങിക്കാൻ മാത്രം എക്സാം എഴുതാതെ ഇരിക്കുക. കാരണം ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാർക്ക് വാങ്ങിച്ച് പോകാൻ പറ്റുന്ന ഒരു സബ്ജക്ട്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാനുള്ളത്, ഇനി ചിലവർ ചിലപ്പോൾ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ ഷെഡ്യൂൾ ഇതുവരെ കാണാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഡേറ്റ് ഷീറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആദ്യം വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പേപ്പറാണ്. ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് 10th ഫെബ്രുവരിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10th ഫെബ്രുവരി തൊട്ട് 18th ഫെബ്രുവരി വരെയാണ് എക്സാംസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. 10th ഫെബ്രുവരി തൊട്ട് 18th ഫെബ്രുവരി വരെയാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തത്. ആദ്യം ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അഥവാ ഇംഗ്ലീഷ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് 10th ഫെബ്രുവരി 2025. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അടുത്തത് ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് വരുന്നത്. അത് സംഭവിക്കുന്നത് 11th ഫെബ്രുവരിയിലാണ്, അടുത്ത ദിവസം തന്നെ. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വരുന്നുണ്ട്. അത് 14th ഫെബ്രുവരിയിലാണ്. ഓക്കെ, ഡേറ്റ്സ് ശ്രദ്ധിച്ചു വെച്ചു, കാരണം ആ ഡേറ്റിൽ നിങ്ങൾ എക്സാം എഴുതേണ്ടി വരും. പിന്നെ അടുത്ത എക്സാം നമുക്ക് വരുന്നത് എൻവയറമെൻറ്റൽ സ്റ്റഡീസ് ആണ്. അത് 15th ഫെബ്രുവരിയിലാണ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് മെർക്കൻഡൈൽ ലോ എന്ന് പറഞ്ഞ ലോസ് ബേസ്ഡ് സബ്ജക്റ്റ് ഉണ്ട്. അത് വരുന്നത് 18th ഫെബ്രുവരിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ്സ് ശ്രദ്ധിച്ചു വെച്ചോ. ഈ ഡേറ്റ്സിനൊക്കെയാണ് നിങ്ങൾക്ക് എക്സാം സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാം ഷെഡ്യൂൾ ക്ലിയർ ആയി. ഓക്കെ, അടുത്തത് ഇനി എക്സാം സ്ലോട്ട്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇവിടെ നോക്കി, ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിങ് പ്രോസസ്സാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിയിൽ നിങ്ങൾക്ക് എവിടെ വേണിച്ചാലും ഇരുന്ന്, എവിടെ വേണമെങ്കിലും ഇരുന്ന്, ഏത് സമയത്ത് വേണിച്ചാലും ഇരുന്ന് പോലെ എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഈ MIT ഓൺലൈൻ എക്സാം. ഓക്കെ, അപ്പോൾ അവിടെ ഡിഫറെൻറ്റ് എക്സാം സ്ലോട്ട്സ് ഉണ്ട്. ഓക്കെ, ഈ എക്സാം സ്ലോട്ട്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ 4 സമയത്തിൽ ഏത് സമയത്തിൽ വേണിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാം ബുക്ക് ചെയ്ത് എഴുതാൻ പറ്റും. എക്സാം ബുക്ക് ചെയ്യുന്ന എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഡോക്കറ്റ്, നമ്മളെ ഹോൾ ടിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ +2-ൽ, ആ ഒരു സംഭവം നമ്മൾ ജനറേറ്റ് ചെയ്യണം. അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, അത് കറക്റ്റായിട്ട് ഇപ്പോൾ അത് ജനറേറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ജനറേറ്റ് ചെയ്യേണ്ട ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ് ആകുമ്പോൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് കൺഫ്യൂഷൻ ആവണ്ട. പക്ഷേ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ സബ്ജക്ട്സിൻ്റെയും സ്ലോട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 4 സ്ലോട്ട്സ് ഉണ്ട്. 10 AM to 12 PM, 2 PM to 4 PM, 5 PM to 7 PM, 8 PM to 10 PM എന്നൊക്കെ പറഞ്ഞ് 4 സ്ലോട്ട്സ് ഉണ്ട്. ഇതിൽ ഏത് സ്ലോട്ട്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സ്ലോട്ടിൽ എക്സാം എഴുതാൻ പറ്റും നിങ്ങളുടെ കൺവീനിയൻസിൽ. ഓക്കെ, അപ്പോൾ അത് അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരിക. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ കൂടുതൽ സംസാരിക്കാം. ഓക്കെ, ശരി. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ഓൺലൈൻ എക്സാംസ് ആണ്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ എഴുതേണ്ടതാണ് അല്ലേ? നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് വേണം. ഇതെല്ലാവർക്കും അറിയുന്നതല്ലേ, ഓൺലൈൻ എക്സാം ആണ്. അത് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ് അവിടെ ആവശ്യം? അവർ ഒരു പ്രീ റെക്വിസിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കുമ്പോൾ ആദ്യം നമുക്കൊരു വെബ് ക്യാം ഉണ്ടാവണം.
വെബ് ക്യാമും അതേപോലെ തന്നെ മൈക്രോഫോണും ഉണ്ടാവണം. വെബ് ക്യാമിൻ്റെ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. 640x480p ഉള്ള റെസൊല്യൂഷൻസ് ആയിരിക്കണം. പിന്നെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് ഏതെങ്കിലും ഒന്ന് ഉണ്ടാവണം വിത്തൗട്ട് എനി എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ് ഓർ ഇൻറ്ററപ്ഷൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പുറത്തുനിന്നുള്ള വേറെ എന്തെങ്കിലും ശല്യങ്ങളോ ഒക്കെ ഇതൊന്നും കയറി വരാൻ പാടില്ല നിങ്ങൾ എക്സാം എഴുതുമ്പോൾ. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഗൂഗിൾ ക്രോം, നിങ്ങളുടെ എക്സാം പോർട്ടലില്ലേ അത് ഗൂഗിൾ ക്രോമിലാണ് ഏറ്റവും ബെസ്റ്റായി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൂഗിൾ ക്രോം തന്നെ യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ എനി ഡെസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ക്രോമിലോ നിങ്ങളുടെ ബ്രൗസറിലോ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എനി ഡെസ്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ എനി ഡെസ്ക് എന്നുള്ള ആപ്ലിക്കേഷൻ എന്തിനാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സ്ക്രീനിൽ അത് ഷെയറിങ് ചെയ്യുന്ന പോലെ, സ്ക്രീൻ ഷെയറിങ് ചെയ്യുന്ന പോലെ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് അവരുടെ സൈഡിൽ നിന്ന് റിസോൾവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ എനി ഡെസ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറയാം. അതേപോലെ അവർക്കൊരു മോണിറ്ററിങ് സോഫ്റ്റ്വെയറും കൂടിയാണത്. കാരണം അവർക്ക് നിങ്ങൾ ഏതൊക്കെ ആപ്പാണ് തുറന്ന് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനത്തെ ഉടായ്പൊന്നും നടക്കില്ല, അത് ആലോചിക്കുക. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. നല്ല രീതിക്ക് പഠിച്ച് തന്നെ എക്സാം എഴുതണം. ഓക്കെ, പിന്നെ നോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഷുഡ് ബി ആക്ടിവേറ്റ്. ആ സമയത്ത് കൊണ്ടുപോയിട്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ മക്കളെ. ആ സമയത്ത് ഈ എക്സാം എഴുതാൻ സമയത്ത് ഇതൊന്നും ചെയ്യാൻ നിൽക്കല്ലേ. ഓക്കെ, അടുത്തത് നമുക്ക് make sure all background application to be closed or disabled as any of the notification pop-up will be considered as navigation. ഇനിയിപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ലാപ്ടോപ്പിലൊക്കെ അറിയാം, നമുക്ക് ചിലപ്പോൾ വാട്സപ്പ് ഒക്കെ തുറന്നു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലെന്തെങ്കിലും ഇങ്ങനെ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ഉണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ ആപ്സും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ പ്രശ്നമാക്കും, പിന്നെ എക്സാം തന്നെ ചിലപ്പോൾ പുറത്താക്കും. അപ്പോൾ അത് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഒക്കെ ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കി ഇടുക. ഓക്കെ, അത് മനസ്സിലാക്കുക, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നല്ല പവർ ബാക്കപ്പും എന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ചിലപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പവർ പോകുന്ന കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാതിരിക്കുക. അതേപോലെ വൈഫൈ ആണെങ്കിൽ പവർ പോയി കഴിഞ്ഞാൽ പോകുന്ന വൈഫൈ ആണെങ്കിൽ അങ്ങനത്തെ വൈഫൈസ് യൂസ് ചെയ്യാതിരിക്കുക. മൊബൈൽ ഡാറ്റയിൽ ഹോട്ട്സ്പോട്ട് ഇട്ടിട്ടാണെങ്കിൽ പോലും കുഴപ്പമില്ല, പക്ഷെ അങ്ങനത്തെ വൈഫൈ ആണെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കുക. കാരണം കറണ്ട് പോയി അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള റീസൺ ആയിരിക്കില്ല, എക്സാം പിന്നെ എഴുതാൻ പറ്റില്ല, അത് പ്രശ്നമാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പവർ ബാക്കപ്പും സ്ട്രോങ് ഇൻ്റർനെറ്റ് കണക്ഷനും ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കി. ഇനി കുറച്ച് എക്സാം ഇൻസ്ട്രക്ഷൻസ് നോക്കാം. എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിലാണ് നിങ്ങളുടെ സബ്ജക്ട്സും നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നിങ്ങളുടെ ടൈം സ്ലോട്ട്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് ഈ അഡ്മിറ്റ് കാർഡിലാണ്. അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക കയ്യിൽ. ഓക്കെ, അത് എക്സാമിൽ പോകുമ്പോൾ നിങ്ങൾ ഏത് റൂമിലാണോ ഇരിക്കുന്നത് ആ റൂമിൽ നിങ്ങളുടെ ഒരു പ്രിൻ്റ് ഔട്ട് ഉണ്ടാവണം ഈ അഡ്മിറ്റ് കാർഡിൻ്റെ. ഓക്കെ, അത് ജനറേറ്റ് ചെയ്യുക, അത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ആ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ഒറിജിനൽ ID പ്രൂഫും കൂടി വേണം. എന്ന് വെച്ചാൽ ആധാർ കാർഡോ പാസ്പോർട്ടോ അല്ലെങ്കിൽ ലൈസൻസോ ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. അതിൽ ഫോട്ടോ ഉള്ള ഒരു ഒറിജിനൽ ID കാർഡ് ആയിരിക്കണം. ഒറിജിനൽ തന്നെ, അല്ലാണ്ട് അതിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല, ഒറിജിനൽ തന്നെ നിങ്ങൾ കയ്യിൽ വെക്കണം. ഓക്കെ, പിന്നെ യു ആർ നോട്ട് അലൗഡ് ടു യൂസ് മൊബൈൽ ഫോൺസ്, കാൽക്കുലേറ്റേഴ്സ് ഓർ അതർ ഡിവൈസസ്. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, കാൽക്കുലേറ്ററും യൂസ് ചെയ്യാൻ പറ്റില്ല. പല സ്റ്റുഡൻസുകളും എന്നോട് ചോദിച്ച കൺഫ്യൂഷനാണ്, സാറ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നോ, കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. കാൽക്കുലേറ്റർ പോലത്തെ ഒരു ഡിവൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കാൽക്കുലേഷൻ എന്ത് ചെയ്യും? പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യണം. ഒരു റഫ് പേപ്പർ വെക്കാം. ആ റഫ് പേപ്പർ എപ്പോൾ വേണമെച്ചാലും അവർക്ക് നിങ്ങളോട് കാണിക്കാൻ പറയാം. അപ്പോൾ റഫ് പേപ്പർ വൈറ്റ് തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തണം. അതിലൊന്നും എഴുതി വെക്കാനൊന്നും നിൽക്കല്ലേ, കാരണം ആ സമയത്ത് അവർ എക്സാമിൽ നിന്ന് നിങ്ങളെ പുറത്താക്കും. അപ്പോൾ ആ പെൻ ആൻഡ് പേപ്പറിന് റഫ് കാൽക്കുലേഷൻസിന് വേണ്ടി പെൻ ആൻഡ് പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പോപ്പപ്സൊക്കെ ടേൺ ഓഫ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ വേറെ വിൻഡോയിലേക്ക് സ്വിച്ച് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഈ എക്സാമിന് ഒരു വിൻഡോ ഉണ്ടാവും, ആ വിൻഡോയിൽ തന്നെ നിങ്ങൾ ഇരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ വിൻഡോയിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ 2 വാർണിംഗ് തരും. മൂന്നാമത്തെ വാർണിങ്ങിൽ അവർ നിങ്ങളുടെ എക്സാമിന് പുറത്താക്കും. എക്സാം വിൻഡോ തന്നെ അവരെന്ത് ചെയ്യും? ഷട്ട് ഡൗൺ ചെയ്യും. അപ്പോൾ പിന്നെ എക്സാം ഫെയിലാവും. അപ്പോൾ വേറെ വിൻഡോസിലേക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഫർദർ നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസ് നോക്കുമ്പോൾ നിങ്ങൾ മാത്രമായിരിക്കണം ആ റൂമിൽ ഇരിക്കേണ്ടത്. ഇപ്പോൾ പല സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, സാറേ ട്രിപ്പിൾ ഐയിൽ വന്ന് എക്സാം എഴുതാൻ പറ്റുമോ?
പറ്റില്ല. കാരണം നമുക്ക് ഒറ്റ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഒരു റൂം കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് തന്നെ ഒരു സിസ്റ്റമോ ഒരു ലാപ്ടോപ്പോ എന്ന് വെച്ച് നിങ്ങൾ തന്നെ ഒരാൾ മാത്രമേ ആ സമയത്ത് ആ റൂമിൽ ഉണ്ടാവാൻ പാടുള്ളൂ. വേറൊരാളോ വേറൊരു വ്യക്തിയോ ആ റൂമിൽ ഉണ്ടാവാൻ പാടില്ല. വേറെ ആരും കയറി വരാനും പാടില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ മാത്രമാണ് ആ റൂമിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിംഗ് ദി ടെസ്റ്റ് യു ക്യാൻ ബി ആസ്ക്ഡ് ബൈ ദ പ്രോക്ടർ ത്രൂ ചാറ്റ് ടു ടേൺ യുവർ ലാപ്ടോപ്പ് വെബ്കാം ടു ഷോ യുവർ സർവീസ്. അപ്പോൾ അവർക്ക് എപ്പോൾ വേണിച്ചാലും നിങ്ങൾ വെബ്കാം ഓണാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അവർ ചിലപ്പോൾ പറയും ഒന്ന് കാണിച്ചേ, വെബ്കാം ഒന്ന് തിരിച്ച് കാണിച്ചേ എന്ന് പറയും. അപ്പോൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ റൂമിൽ ഇരിക്കുന്നത് എന്നുള്ള കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കണം വരും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ പ്ലീസ് എൻഷുർ ദാറ്റ് ദർ ഇസ് പ്രോപ്പർ ലൈറ്റിംഗ് ഇൻ ദ റൂം. അപ്പോൾ കറക്റ്റ് വെൽ ലിറ്റ് ആയിട്ട്, ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ ഒരു വെൽ ലിറ്റ് ആയിട്ടുള്ള റൂം തന്നെ ആവണം എന്ന് ശ്രദ്ധിക്കുക. കാരണം അവർക്ക് നിങ്ങളുടെ ഫേസ് കാണാൻ അത്രയും ഒരു നല്ല രീതിക്കുള്ള എന്തുണ്ടാവണം, ലൈറ്റിംഗ് ഉണ്ടാവണം. അപ്പം നല്ല ഒരു വെളിച്ചമുള്ള റൂമിൽ തന്നെ ഇരിക്കുക, അല്ലാതെ ഈ ഇരുണ്ട റൂമിലൊന്നും പോയി ഇരിക്കാതെ ഇരിക്കുക. അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. അതും നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ശ്രദ്ധിക്കണം. അഡ്മിറ്റ് കാർഡ്, അതേപോലെ തന്നെ നിങ്ങളുടെ വേറെ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കുക, വേറൊരു ആൾ നിങ്ങളുടെ കൂടെ ഇരിക്കാതിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം എക്സാംസ് എഴുതാൻ വേണ്ടി. ഓക്കെ, ശരി. ഇനി എവിടെയാണ് എക്സാം നടക്കുന്നത്? പിന്നെയും കുറേ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, സാറേ എവിടെയാണ് എക്സാം എഴുതേണ്ടത്? ഈ AnyDesk എന്ന് പറഞ്ഞ സംഭവത്തിലാണോ? അല്ല. AnyDesk എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എവിടെയായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക? ഓക്കെ, നമുക്ക് നോക്കാം എവിടെയായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാം പോർട്ടലിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഇങ്ങനെ അമിറ്റി ഓൺലൈൻ യൂണിവേഴ്സിറ്റി സൈറ്റിലേക്ക് വരുന്നു. അവിടെ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ഇത് പോയി കഴിഞ്ഞാൽ ഇവിടെ സൈറ്റിലുള്ള ആ 3 വര കണ്ടു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് ആക്സസ് കിട്ടും. ഈ ഒരു ഡാഷ്ബോർഡിലേക്ക് ആക്സസ് കിട്ടും. ഓക്കെ, ഈ ലോഗിൻ ഡാഷ്ബോർഡിലേക്ക് ആക്സസ് കിട്ടിയതിന് ശേഷം ഇവിടെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. അവിടെ ഇതുപോലെ കണ്ടില്ലേ, ജനറേറ്റ് അഡ്മിറ്റ് കാർഡ്. അത് ഞാൻ പറഞ്ഞു, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. വേറൊരു വീഡിയോയിലായിരിക്കും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടടിയിൽ നമുക്ക് എന്തുണ്ട്, ഗോ ടു എക്സാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ ആക്സസ് കീ അത് നിങ്ങളുടെ ജനറേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ആക്സസ് കീ കിട്ടും. അത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഇവർ നോട്ട് എഴുതിക്കുന്നുണ്ടോ, ആക്സസ് കീ വിൽ ഓൺലി വർക്ക് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ. ആ ഒരു എക്സാമിനേഷൻ്റെ ടൈമിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആക്സസ് കീ ആയിരിക്കും. അപ്പോൾ എക്സാമിൻ്റെ മുമ്പ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടുവച്ചേക്കാന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ആക്സസ് കീ അടിച്ചു കൊടുക്കാൻ നിൽക്കല്ലേ. ഓക്കെ, അങ്ങനെ പരിപാടിയൊന്നും ചെയ്യല്ലേ. ഇത് ആക്സസ് കീ എപ്പോൾ മാത്രം വർക്ക് ചെയ്യുള്ളൂ, എക്സാമിനേഷൻ്റെ ടൈമിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആക്സസ് കീ നിങ്ങൾ അടിച്ചു കൊടുക്കേണ്ടി വരും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിലേക്ക് നിങ്ങളെ നാവിഗേറ്റ് ചെയ്യും. അവിടെ കൂടുതൽ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ നിങ്ങളെ നാവിഗേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ആ പ്രോക്ടറിൻ്റെ അടുത്ത്, ആ ഇൻവിജിലേറ്ററിനോട് നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിലേക്ക് ആക്സസ് ചെയ്യുക. ആ സമയത്ത് ഈ ഒരു വിൻഡോ മാത്രമേ ഓപ്പൺ ആയിരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ മേലെ ജിമെയിൽ എക്സാം സ്ട്രക്ചർ, അതുപോലെ വേറെ വിൻഡോസ് ഓപ്പൺ ആയി ഇരിക്കാൻ പാടില്ല. ഈ ഒരു പെർട്ടിക്കുലർ വിൻഡോ മാത്രം നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കിയിടുക. നിങ്ങളുടെ ലാപ്ടോപ്പിലോ സിസ്റ്റത്തിലോ നോട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഓഫ് ആക്കിയിടുക. ബാക്കി ഒരു സംഭവം ഓപ്പൺ ആക്കാതെ ഇരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പോർട്ടലിലായിരിക്കും എന്തുണ്ടാവുക, എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് മാത്രം ഓപ്പൺ ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ എക്സാം പോർട്ടലിലേക്ക് ആക്സസ് ചെയ്യുക, എവിടെയാണ് എക്സാം നടക്കുന്നത്, അതേപോലെ എക്സാം ഇൻസ്ട്രക്ഷൻസും നിങ്ങളുടെ ഒരുപാട് ഡൗട്ട്സിനും ക്വസ്റ്റ്യൻസിനും ഒക്കെയുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസിന് ആവശ്യമുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് കോൺടാക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ഡൗട്ട്സും ഒക്കെ ക്ലാരിഫൈ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇനി നിങ്ങളുടെ അടുത്ത മനസ്സിലുള്ള പ്രശ്നമായിരിക്കും, ഞാനൊരു ACC പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ല സാറേ, സാർക്ക് ആ ഒരു മനസാക്ഷി ഉണ്ടോ? അതിൻ്റെ ഒപ്പം ഞാൻ ഈ BCom പഠിക്കണം, ഇത്ര പെട്ടെന്ന് എക്സാമും വന്നു, ഇനി ഇത്രയും ക്ലാസ്സസ് കണ്ടു തീർക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ അതിൻ്റെ ഇടയിൽ ഡേറ്റ്സ് ഒക്കെ ഒഴിഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് BCom ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഒബ്വിയസ്ലി നമുക്കറിയാം ഒരുപാട് സ്ട്രെസ് ഉള്ള ഒരു കാര്യമാണ് 2 കോഴ്സസ് ഒരുമിച്ച് പഠിക്കാൻ. ഞാനും അങ്ങനെ ചെയ്ത ഒരാളാണ്. ACCയും BComഉം ഒരുമിച്ച് പഠിച്ച ഒരാളാണ്. എനിക്കറിയാം ഇറ്റ് ക്യാൻ ബി സ്ട്രെസ്ഫുൾ അറ്റ് ടൈംസ്. അപ്പോൾ
നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങളുടെ എല്ലാ ക്ലാരിഫിക്കേഷൻസും ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് ട്രിപ്ലൈ റിവിഷൻ സെഷൻസ് ഫോർ അമിറ്റി ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ റിവിഷൻ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റിവിഷൻ ഡേറ്റ്സിൽ നിങ്ങൾ യൂട്യൂബ് ലൈവായിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ലൈവ് സെഷൻസ് തന്നെ ആയിരിക്കും. അതിൽ എല്ലാവർക്കും ആക്സസ് ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ വേറെ എവിടെയെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ഇതുപോലെ അമിറ്റി എക്സാംസ് വരുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ ഒരു സെഷൻസ് ഹെൽപ്ഫുള്ളായി മാറും. അപ്പോൾ അവർക്കും ജോയിൻ ചെയ്യാം, എല്ലാവർക്കും ജോയിൻ ചെയ്ത് ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ തന്നെ ആയിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, എല്ലാം നിങ്ങൾക്ക് റിസോൾവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ റിവിഷൻ സെഷൻസ് മാക്സിമം ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സപ്പോർട്ട് തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സംഭവത്തിന് ക്ലാരിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവിടെ തീർക്കാൻ പറ്റും. അപ്പോൾ ഈ ഇന്ന ഡേറ്റ്സിലാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബിസിനസ് മാത്തമാറ്റിക്സ് വരുന്നത് 31 ജാനുവരിക്കാണ്. മെർക്കൻഡൈൽ ലോ 1 ഫെബ്രുവരി, എൻവയറമെൻറ്റൽ സ്റ്റഡീസ് 3 ഫെബ്രുവരി, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ 5 ഫെബ്രുവരി ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് 7 ഫെബ്രുവരി. അപ്പോൾ ഇന്ന ഡേറ്റിലായിരിക്കും ലൈവായിട്ട് വരുന്നുണ്ടാവുക. പേടിക്കേണ്ട, നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലിങ്ക്സും എല്ലാം നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് പേടിക്കേണ്ട, ഇത് നിങ്ങളുടെ റിവിഷൻ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ പഠിച്ചു പോവുക, നല്ല രീതിക്ക് തന്നെ എക്സാംസ് എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വെക്കുക. ടെൻഷൻ ഇല്ലാതെ തന്നെ എക്സാം എഴുതാം. ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ എക്സാം എഴുതാൻ പോകുന്നത് എന്നറിയാം. പക്ഷേ നിങ്ങളൊക്കെ അറിയാം, എല്ലാ ECC എക്സാംസും ഓൺലൈൻ എക്സാംസ് തന്നെയാണ്. അവിടെ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് അതിനോടുള്ള ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ. ടേക്ക് കെയർ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.